ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനുശങ്കർ അലീനെ കാണാനായിട്ട് ആ പാർക്കിൽ വരുന്നുണ്ട്. വന്ന് രേവതിക്കുട്ടിയും എല്ലാവരുമായിട്ട് ഗ്രേസമ്മയും മാമച്ചനും ഒക്കെ ആയിട്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ അലീന പറയുന്നുണ്ട്, എൻ്റെ രേവതിക്കുട്ടിക്ക് ഒരു ഏട്ടനായി, അമ്മയായി, അച്ഛനായി, എല്ലാവരുമായി, പക്ഷേ എനിക്ക് മാത്രം ആരുമില്ല എന്ന് പറയാം. അപ്പോൾ മനുശങ്കർ പറയുന്നുണ്ട്, അങ്ങനെ വിഷമിക്കേണ്ട അലീനെ, നിനക്ക് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അലീനയ്ക്കതൊരു ആശ്വാസമാവണം. പക്ഷേ അവർ തമ്മിലുള്ള ഈ സംസാരവും ഒക്കെ നമ്മുടെ രേവതിക്കുട്ടി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. പരസ്പരം ഇഷ്ടമാണോ എന്ന് പോലും ചോദിക്കുന്നുണ്ട്, മുഖത്ത് നോക്കി തന്നെ അലീനയുടെ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അലീന വൈജയന്തിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനുശങ്കറിനോട് ചോദിക്കുന്നു. എത്രയൊക്കെയായാലും ആൻറ്റിയല്ലേ, കാര്യങ്ങൾ അറിയാതിരിക്കില്ലല്ലോ. ഏതുവരെ പഠിച്ചു, എന്ത് പഠിച്ചു, എവിടെയാണ് പഠിച്ചത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മനുശങ്കർ പറയുന്നുണ്ട്, ആൻറ്റി പ്രീ ഡിഗ്രിയും അതുപോലെ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ആഗ്രയിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വല്യച്ഛൻ അവിടെയുണ്ട്. വല്യച്ഛൻ്റെ കൂടെ കുറച്ച് നാൾ അവിടെ നിന്നാണ് പഠിച്ചത്. അദ്ദേഹം ആർമിയിലൊക്കെ ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ പിന്നീട് 2 വർഷം കഴിഞ്ഞ് അവിടെ ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടിയെങ്കിലും അതൊക്കെ രാജിവെച്ചിട്ടാണ് നാട്ടിൽ വന്നതെന്ന് അറിയാൻ പറ്റിയത്. പക്ഷേ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, വൈജയന്തി ആൻറ്റി എന്ന് പറയണത് ഇവിടെ എല്ലാവർക്കും വലിയ സ്നേഹവും എല്ലാവരോടും കരുണയും സ്നേഹവും ഒക്കെ നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം ആളാകെ മാറിപ്പോയി, ആരോടും മിണ്ടാറില്ല, എല്ലാവരും ദേഷ്യം, ഒരു പ്രത്യേക സ്വഭാവത്തിനടിമയായതുപോലെ ആയിന്ന് അമ്മയൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടോ. അന്നൊക്കെ ഞാൻ കൊച്ചായിരുന്നു. അവർ മുത്തശ്ശിയും ഒക്കെ പറയണത് മാത്രമേ എനിക്കറിയൂ. അത് ശരി, എന്താ അലീന ഇപ്പം അതൊക്കെ ചോദിക്കാൻ കാര്യം? അങ്ങനെ ഞാൻ വെറുതെ ചോദിച്ചതാ, ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇരുട്ടി തുടങ്ങുവാണ്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് അലീനയുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നിട്ട് രേവതിക്കുട്ടി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് സ്നേഹനികേതത്തിൽ നിന്ന് നേരെ അങ്ങ് പോയിട്ടുള്ള അവർക്ക് ഈ 2 മാസം കൊണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അലീനയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്, ആ കാര്യങ്ങളൊക്കെ ചേച്ചി ഒന്ന് തുറന്നു പറയാവോ എന്ന് ചോദിക്കുക. ആദ്യം ഒന്നും പറയാൻ മടിക്കണമെങ്കിലും രേവതി നിർബന്ധ കാരണം അതൊക്കെ അലീന തുറന്നു പറയുന്നുണ്ട്. പറഞ്ഞിട്ട് പറയാണ്, അത് ശരി, സ്വന്തം അമ്മയുടെയും കൂടപ്പിറപ്പിൻ്റെയും അടുത്ത് പോയിട്ട് അലീന ചേച്ചിക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടാണോ ഉണ്ടായത്? ആ കണക്കിന് നീ ഭാഗ്യവതിയാടി, ഇവിടെ നിന്ന് ഇത്ര സ്നേഹമാണ് നിന്നോട് ഇവരൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനുവേട്ടൻ ചേച്ചിയുടെ കൂടെ അല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കാം. മനുവേട്ടനെ ചേച്ചി ഇഷ്ടമല്ലേ? ചേച്ചിക്ക് മനുവേട്ടനെ ഇഷ്ടമല്ലേ? ആണ്, എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. മനുവേട്ടനും എന്നെ ഇഷ്ടമാണ്. പക്ഷേ നീ തെറ്റിദ്ധരിക്കും പോലെ അല്ല. ഒരാളോട് സ്നേഹം തോന്നില്ലേ, കരുണ തോന്നില്ലേ, അനുകമ്പയും ദയയും ഒക്കെ തോന്നും. പിന്നെ ആരുമില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരാനും ഒക്കെ തോന്നും. അതല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. നീ അങ്ങനെയൊന്നും സംശയിക്കരുത്. അങ്ങനെയല്ല ചേച്ചിയും. എന്നാലും മനുവേട്ടൻ ചേച്ചിക്ക് ഒരാളാവുമല്ലോ. മനുവേട്ടനും ചേച്ചിയെ സ്വന്തമാക്കാൻ പറ്റിയെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. പിന്നെ അവർക്കൊക്കെ എന്ന് വെച്ചാൽ സ്വത്തും പണവും വിദ്യാഭ്യാസവും സ്വന്തക്കാരും ബന്ധുക്കാരും ഒത്തിരി പേരുണ്ട്. എന്നെപ്പോലെയുള്ള ഒരു അനാഥയെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് ചെയ്യാനാ? ഞാൻ അവിടുത്തെ ജോലിക്കാർ തന്നെ ഇരിക്കുന്നത് എപ്പോഴും നല്ലത്. പിന്നെ പലരും നമ്മളോട് സ്നേഹം കാണിച്ചിങ്ങോട്ട് വരും. അതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പോവരുത്. അതാണ് വേണ്ടത്. എനിക്ക് മോളോടും അതാ പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ ആൻറ്റിയും മാമച്ചനങ്ങളൊക്കെ നിന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. അതിൽ നീ ഒരുപാട് അങ്ങ് മതിമറന്നു പോകരുത്. അവർക്ക് നിന്നെക്കാളും പ്രിയപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം അങ്ങോട്ടാവും. അവരുടെ സ്വന്തമായിട്ടുള്ള ആരെങ്കിലും ആണെങ്കിലോ അപ്പോൾ നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരും. നിനക്കത് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്. ഇല്ല ചേച്ചി, അവരങ്ങനെ കാണിക്കുമോ? പറയാൻ പറ്റില്ല മോളെ, ആരാ എപ്പോഴാണ് മാറുന്നതെന്ന്. കാരണം ഞാനൊരു മുമ്പൊരു കഥ വായിച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലെ തന്നെ ഒരു ഓർഫണേജ് കുട്ടിയാണ്. അവിടുത്തെ ആളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടി. കല്യാണം കഴിക്കാൻ സമയമായ സമയത്തോ അവസാനം സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ആ പെൺകുട്ടിക്ക് മാത്രമാണ് നഷ്ടമായത്. വീട്ടുകാരും ആരും സമ്മതിച്ചില്ല. അതിനെക്കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചു. അയാളെ കൊണ്ട് ആ പെൺകുട്ടി തനിച്ചായില്ലേ, സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയില്ലേ, അതുപോലെ ആവും. അപ്പോൾ നമ്മളത് കണ്ടു വേണം മുന്നോട്ട് നടക്കാൻ. അതാണ് എനിക്ക് മോളോട് പറയാൻ എന്നൊക്കെ ഇങ്ങനെ രേവതിക്ക് നല്ലൊരു ഉപദേശം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തേക്കാണല്ലോ അവിടെ വന്നത്. പിറ്റേ ദിവസം അവിടുന്ന് നേരെ കൊല്ലത്തേക്ക് പോകണം. അവിടെ ത്യാഗഭവനത്തിലാണ് ചിന്നുകുട്ടി ഉള്ളത്. അവിടെ പോയി കാണണം. അപ്പോൾ അതിനു വേണ്ടി രാവിലെ തന്നെ എണീറ്റ് ജോലികളെല്ലാം തീർത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ അലീന. അപ്പോഴാണ് ഒരു കള്ളനെ കാണുന്നത് അവിടെ വെച്ച്. അവിടുന്ന് ഒരു വാഴക്കുല മോഷ്ടിക്കുന്നതാണ് കാണുന്നത്. ഉടനെ അലീന അവിടുന്ന് രേവതിയെന്ന് വിളിക്കുന്നുണ്ട്. രേവതി ഓടി വരുമ്പോഴത്തേക്കും കള്ളനും ഓടി പോകുന്നുണ്ട്. അപ്പോൾ രേവതിയോട് കാര്യം പറയാട്ടോ അലീന. അപ്പോൾ പറയാ, ചേച്ചി ഇവിടെ അങ്ങനെയാണ്, നോക്കാനും വെക്കാനൊന്നും ആരുമില്ല. ആ ജോസൂട്ടി മാത്രമേ ഉള്ളൂ. ഇവിടെ മിക്കവാറും കള്ളന്മാർ കയറി ഇവിടെ വീണ തേങ്ങയും കൊലകളും ഒക്കെ എടുത്തിട്ട് പോവും. പിന്നെ എത്രയെന്ന് വെച്ചിട്ടാണ് മാമച്ചനും ആൻറ്റി ഇതൊക്കെ നോക്കുന്നത്? അവരിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ
രേവതി കുട്ടിയോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ, ഈ ഭാഗത്തേക്കൊന്നും വരരുത്, നിൻ്റെ ജീവൻ ആപത്താവുന്ന ഒന്നും നീ ചെയ്യരുത്. അത് പിന്നെ ആൻറ്റി എന്നെ ഇങ്ങോട്ട് വിടാറില്ല, ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറയണേ. ഇതിപ്പോൾ അലീന ചേച്ചി കൂടെ ഉള്ളതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ശരി, നമുക്കെന്നാൽ അങ്ങോട്ട് പോയാലോ. എന്നാൽ പിന്നെ എന്തായാലും കള്ളനൊരു വാഴക്കുല അവിടെ ഇട്ടു, ഇതിപ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോകണ്ട, നമുക്കെടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അലീന അത് തൂക്കി എടുത്തുകൊണ്ട് വരിക. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എല്ലാവരും വിളിച്ചെടുത്ത് കഴിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ വെപ്രാളം പിടിക്കുന്ന കാരണം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? അല്ല, എനിക്ക് ചിന്നുക്കുട്ടി കൊല്ലം വരെ പോകണ്ടേ ചിന്നുമ്മയെ കാണാനായിട്ട്. ഓ, ചിന്നുക്കുട്ടിയെ കാണാൻ പോകുന്ന നീയല്ലല്ലോ, പിന്നെ അലീനയല്ലേ, പിന്നെ നീ എന്തിനാ കിടന്ന് വെപ്രാളം പിടിക്കണേ? അപ്പം തന്നെ നമ്മുടെ രേവതിയുടെ മനസ്സൊന്നും വല്ലാതെ മുറിഞ്ഞു പോയി കേട്ടോ, അവൾക്കും പോകണമെന്നാണല്ലോ. അല്ല, അലീന ചേച്ചിയുടെ കൂടെ ഞാനും കൂടെ പൊക്കോട്ടെ? അലീന പറയട്ടെ പോണോ വേണ്ടെന്ന്. അലീനെ ഇവള് വരണോ? വന്നോട്ടെ എന്ന് പറയാട്ടോ. ഓ, പിന്നെ അലീന ചേച്ചി പറഞ്ഞാലേ നിങ്ങൾ വിടത്തുള്ളൂ എന്ന് രേവതി ചോദിക്കാം. അങ്ങനെ അവിടെ നിന്നും കൊണ്ട് മാമച്ചനും ഗ്രേസമ്മയും പറയാം, ശരി നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടിട്ട് വന്നോളൂ, പിന്നെ ഞങ്ങളെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാവോ മാമച്ചാൻ ചോദിക്കാം. അതൊക്കെ കൊണ്ടുവിട്ട് തരാം എന്ന് പറയണം. അങ്ങനെ അവർ നേരെ അവിടെ നിന്ന് പെട്ടെന്ന് ജോലിയെല്ലാം തീർത്ത് ത്യാഗഭവനത്തിലേക്ക് പോവാട്ടോ. മാമച്ചനും ഗ്രേസമ്മയും കൂടെ കൊണ്ടുവിടാന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കേണ്ട എപ്പിസോഡ് തീരുക. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.